ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം സമ്പത്ത് എന്നുള്ളതാണ്. സമ്പത്ത് എന്നുള്ള വാക്ക് എങ്ങനെ വന്നു എന്ന് ഞാൻ ഈ വിഷയം തിരഞ്ഞെടുത്തപ്പോൾ ചിന്തിക്കുകയുണ്ടായി. അത് സത്, നല്ലത്, നല്ല 10 കാര്യങ്ങളെക്കുറിച്ചായിരിക്കണം അന്ന് സമ്പത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. ഇന്നതല്ല, 10 അല്ല, ഇന്നും അതിൽ കൂടുതലൊക്കെ കാര്യങ്ങളുണ്ട്. സമ്പത്തിനെ കുറിച്ച് പറയുമ്പോൾ അത് 2 തരത്തിലുണ്ട്. ഒന്ന് ഭൗതികമായ സമ്പത്ത്, 2 ആധ്യാത്മികമായ സമ്പത്ത്. നമുക്കിതിൽ ആദ്യം ഭൗതികമായ സമ്പത്തിനെ കുറിച്ച് പ്രതിപാദിക്കാം. ഭൗതികമായ സമ്പത്ത് മുഴുവനും ഭൂമിയിൽ നിന്നും സൂര്യനിൽ നിന്നും വരുന്നതാണ്. ഭൗതികമായ സമ്പത്ത് എല്ലാം തന്നെ, എല്ലാവിധ സമ്പത്തുകളും ഭൂമിയിൽ നിന്നും സൂര്യനിൽ നിന്നും. കൺവെൻഷനലായിട്ട് പണ്ട് കാലത്തൊക്കെ അറിയപ്പെട്ടിരുന്ന സമ്പത്തുകളിൽ ഒന്ന് ലോക സമ്പത്ത്, ലോഹം, സ്വർണം, വെള്ളി, ചെമ്പ്, ഇരുമ്പ് മുതലായ സാധനങ്ങൾ. അത് ഭൂമിയുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. പിന്നെ കാർഷിക സമ്പത്ത്, കാർഷിക വിളകൾ, അത് ഭൂമിയുടെ സർഫസിൽ ഉണ്ടാകുന്നതാണ്. 3 മഴ വലിയൊരു സമ്പത്താണ്. മഴ എല്ലായിടത്തും മഴ കിട്ടുന്നില്ലല്ലോ. മഴ ഒരു സമ്പത്താണ്. സൂര്യപ്രകാശം ഒരു സമ്പത്താണ്. സൂര്യപ്രകാശത്തിൻ്റെ വില നമ്മളിപ്പോഴാണ് കൂടുതൽ അറിയുന്നത്. പണ്ട് നമുക്കറിയാമായിരുന്ന ഒരേ ഒരു കാര്യം, അത് ചെടികൾ വലിച്ചെടുത്ത് കാർബോഹൈഡ്രേറ്റാക്കി അങ്ങനെ കാർഷിക വിളയ്ക്ക് സഹായിക്കുന്ന ഒന്നാണെന്ന് മാത്രമാണ് മനസ്സിലാക്കിയിരുന്നത്. ഇന്നിപ്പോൾ അങ്ങനെയല്ല. നേരിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനായിട്ട് അത് നമുക്ക് ഉപയോഗിക്കാം. പുഴകൾ ഒരു സമ്പത്താണ്. പുഴകൾ, അതുപോലെ മണൽ ഒരു സമ്പത്താണ്. കരിമണൽ ഒരു പ്രത്യേക സമ്പത്താണ്. ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഇപ്പോഴ് ഈ പ്രളയത്തിൽ ഈ കരിമണലെല്ലാം ഒലിച്ചുപോയി എന്ന്, കടലിലെത്തി എന്ന്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അപ്പോൾ മനസ്സിലായ ഒരു കാര്യം, കരിമണൽ ഇടയ്ക്ക് വന്ന് അടിയുകയും പിന്നെ പോവുകയും ചെയ്യുന്ന ഒന്നാണെന്നാണ്. ഇപ്പൊക്കെ പോയിരിക്കുന്നു, ഇനിയും വന്ന് അടിയാതെ. വളരെ വിലപ്പെട്ട ഒരു സമ്പത്താണ് കരിമണൽ. സർ സി പി തിരുവിതാംകൂർ വിറപ്പിച്ച് ഭരിച്ചിരുന്ന ഒരു ഭരണകർത്താവാണ്. അദ്ദേഹത്തെക്കുറിച്ച് പ്രസിദ്ധമായ ഒരു ഉദ്ധരണിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം തിരുവിതാംകൂർ ഒരു പ്രത്യേക സ്റ്റേറ്റായിട്ട് ഇങ്ങനെ നിൽക്കണം, ഒരു പരമാധികാരമുള്ള ഒരു സ്ഥലമായിട്ട് മാറണം എന്നൊക്കെ. അപ്പോൾ പലരും ചോദിച്ചു, എങ്ങനെയാണ് ഇത് നിലനിൽക്കുക, സാമ്പത്തികമായിട്ട് എങ്ങനെ നിലനിൽക്കും? അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നാണ് പറയുന്നത്, ഈ കടലിലെ ചാളയും തീരത്ത് കരിമണലും ഉള്ളിടത്തോളം കാലം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല എന്ന്. അപ്പോൾ മത്സ്യസമ്പത്ത് അതൊരു വലിയ സമ്പത്താണ്. ഇങ്ങനെ ഭൗതിക സമ്പത്ത് നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ നമുക്കത് കാണാൻ കഴിയും. 10 അല്ല, അതിനേക്കാളൊക്കെ കൂടുതൽ തരത്തിലുള്ള ഭൗതിക സമ്പത്തുണ്ട്. ഇതിൽ കാർഷിക സമ്പത്ത് അത് നമ്മൾ ബുദ്ധിമുട്ടി ഉണ്ടാക്കണം. ആദ്യകാലത്ത് മനുഷ്യരൊക്കെ ഭക്ഷിച്ചിരുന്നത് നാച്ചുറലായിട്ട് മുളച്ചു വരുന്ന ചെടികളുടെ ഫലങ്ങളൊക്കെയാണ്. ഇപ്പോൾ അങ്ങനെയല്ല, നമ്മൾ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നു. അത് മനുഷ്യ പ്രയത്നമുണ്ടെങ്കിൽ മാത്രമാണ് അത് നമുക്ക് വിളയിച്ചെടുക്കാനായിട്ട് കഴിയുള്ളൂ. മനുഷ്യ പ്രയത്നം ഉണ്ടാവണം. മനുഷ്യപ്രയത്നം മാത്രം പോരാ, പ്രകൃതിയുടെ കനിവും ഉണ്ടാവണം. മഴയും വേണ്ടത്ര സൂര്യപ്രകാശവും കൂടി ചേരുമ്പോഴാണ് നമ്മുടെ കാർഷിക വിളകൾ
അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥാനത്ത് എത്തുക. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ മാത്രം. പിന്നെ മനുഷ്യാധ്വാനം. 3 കാര്യങ്ങളാണ് കാർഷിക വിളകൾക്ക് വേണ്ടത്. 1 മനുഷ്യാധ്വാനം, 2 4 ഫലഭൂയിഷ്ഠമായ ഭൂമി, 3 മഴ, 4 സൂര്യപ്രകാശം. ഇത് നമ്മൾ അധ്വാനിക്കുന്നുവെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. ബാക്കി 3 ഉണ്ടായിട്ട് ഫലഭൂയിഷ്ഠമായ ഭൂമിയുണ്ട്, ധാരാളം സൂര്യപ്രകാശമുണ്ട്, ധാരാളം മഴയുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിലും കാർഷിക വിഭവങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ മനുഷ്യൻ അധ്വാനിക്കണം. അവൻ്റെ അധ്വാനത്തിന് പ്രൊപ്പോർഷണലായിട്ടാണ് ഈ കാർഷിക വിളകൾ നമുക്ക് ലഭിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ലോകസമ്പത്ത് അവിടെ ഫിക്സ്ഡാണ്. അത് നമ്മൾ കുഴിച്ചെടുക്കണമെന്നുള്ളതാണ്. അതിനൊരു പ്രത്യേകതയുള്ളത്, അതിനൊരു അവസാനം ഉണ്ടാവും. കാർഷിക വിള അങ്ങനെയല്ല. വിത്തുള്ളിടത്തോളം കാലം, ഭൂമി ഉള്ളിടത്തോളം കാലം, മനുഷ്യൻ അധ്വാനിക്കുന്നിടത്തോളം കാലമൊക്കെ അതുണ്ടാവും. ഇതങ്ങനെയല്ല, ഇത് തീർന്നു പോകും. ഒരു കാലം വരുമ്പോൾ സ്വർണവും വെള്ളിയും ഒക്കെ തീർന്നു പോകും. അതുപോലെ പെട്രോൾ, ഡീസൽ അത് വലിയൊരു സമ്പത്താണ്. അതും നമ്മൾ കുഴിച്ചെടുക്കണം ഭൂമിയിൽ നിന്ന്. പക്ഷേ അതിനൊരു ലിമിറ്റുണ്ട്. അൺലിമിറ്റഡ് അല്ല, ഇതൊന്നും ലിമിറ്റഡാണ്. ഇതൊക്കെ നമ്മൾ കുഴിച്ചെടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഭൂമിയിൽ മാറ്റം ഉണ്ടാകും. ഭൂമിയിൽ മാറ്റങ്ങൾ വരികയാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ ഡീസലും പെട്രോളും ഒക്കെ ക്രൂഡ് ഓയിൽ കുഴിച്ചെടുത്ത് ആ ഖനികളിലെല്ലാം നമ്മൾ ഇത് നിറയ്ക്കുകയാണ്, വെള്ളം നിറയ്ക്കുകയാണെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അത് മുഴുവൻ വായു നിറഞ്ഞ് ഒരു കാലത്ത് എക്സ്പ്ലോഡ് ചെയ്യാൻ വഴിയുണ്ട്. ഇപ്പോഴത്തെ സ്ഥിതി നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കൽക്കരി അതൊരു വലിയ സമ്പത്താണ്. ഒരു കാലത്ത് കൽക്കരി ഉപയോഗിച്ചാണല്ലോ നമ്മുടെ എല്ലാ വാഹനങ്ങളും ഓടിയിരുന്നത്. ബസ് വരെ കൽക്കരി ഉപയോഗിച്ചാണ് ഓടിയിരുന്നത്. ഞാൻ അത്തരം ബസ്സുകളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. അതിൻ്റെ കത്തിക്കുന്നത് ഏറ്റവും പുറകിലായിരിക്കും. ആ ഭാഗത്തിരുന്ന ഭയങ്കര ചൂടാണ്. അപ്പോൾ കൽക്കരി വലിയ ഒരു സമ്പത്തായിരുന്നു. നമ്മളിതിനെക്കുറിച്ചൊക്കെ മറന്നു പോവുകയാണ്. ഞാനിത് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നപ്പോൾ ഞാനിതേക്കുറിച്ച് ചിന്തിച്ച് കുറേ കാര്യങ്ങൾ തമ്മിൽ തന്ന കുറേ ആശയങ്ങളാണ് നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഇതെല്ലാം എക്സോസ്റ്റിബിളാണ്. ഒരു പരിധി കഴിഞ്ഞാൽ നമുക്കിതൊന്നും കിട്ടുകയില്ല. വെള്ളം അതൊരു വലിയ സമ്പത്താണ്. ഇപ്പോൾ നിങ്ങൾ പറയും കടലിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ടല്ലോ, പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ? കടൽ വെള്ളം മാത്രമല്ല, കുടിവെള്ളം വലിയൊരു സമ്പത്താണ്. കണ്ടാമിനേറ്റഡ് അല്ലാത്ത വെള്ളം അത് വളരെ വലിയ ഒരു സമ്പത്താണ്. കൃഷി ചെയ്യാനും അതുപോലെ തന്നെ ഈ കടൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല. ഒന്നുകിൽ മഴ, പുഴകൾ വലിയൊരു സമ്പത്താണ്. നമ്മൾ ഇന്ന് പുഴകളെല്ലാം എൻക്രോച്ച് ചെയ്യാണ്. പക്ഷെ പുഴകൾക്കൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ പൂർവ്വസ്ഥിതി ഒരു കാലത്ത് അല്ലെങ്കിൽ വേറൊരു കാലത്ത് വീണ്ടെടുക്കും. ഇങ്ങനെ നമ്മൾ ഓരോ തരം സമ്പത്തിനെയും കുറിച്ച് ചിന്തിക്കുക. പ്രകൃതിയിലുള്ള സമ്പത്തുകൾ നമ്മൾ അതിൻ്റെ സോഴ്സുകളെ നശിപ്പിക്കാൻ പാടില്ല. അത് ദൈവം തിരിച്ചിട്ടുള്ള അതിർത്തികളാണ്. ആ അതിർത്തികൾ നമ്മൾ ലംഘിക്കാൻ പാടില്ല. കടലിന് ഒരു അതിർത്തി ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ലംഘിക്കുമ്പോഴാണ് കടൽ പഴയ സ്ഥിതി വീണ്ടെടുക്കുന്നത്. അതുപോലെ പുഴയുടെ അതിർത്തികൾ ലംഘിക്കുമ്പോൾ, വയലുകളുടെ അതിർത്തികളുണ്ട്. അത് നമ്മൾ ലംഘിക്കുമ്പോൾ ഒരു കാലത്ത് പ്രകൃതി വീണ്ടും അത് വീണ്ടെടുക്കും. ഇതിനിടയ്ക്ക് ഞാൻ സൂചിപ്പിച്ച
ഒരു സമ്പത്ത് മത്സ്യസമ്പത്താണ്. അതിൻ്റെ പ്രത്യേകത അത് നമ്മൾ കൃഷി ചെയ്യണതല്ല, അത് ദൈവം തരുന്ന സമ്പത്താണ്. കടലിൽ അത് തന്നെ വളരുകയാണ്. തന്നെ വളരുന്ന ഒരു സമ്പത്താണ് മത്സ്യസമ്പത്ത്. കടലിൽ നിന്നും പിന്നെയും ഒരുപാട് സമ്പത്തുകൾ കിട്ടുന്നുണ്ട്. ഉപ്പ്, അതില്ലാതെ ജീവിക്കാൻ നമുക്ക് പറ്റില്ല. അത് കിട്ടുന്നത് കടലിൽ നിന്നാണ്. ഉപ്പ് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വേലിയേറ്റ സമയത്ത് വെള്ളം കയറുമ്പോൾ അത് ഷാലോ ലഗൂണുകളിൽ സെപ്പറേറ്റ് ചെയ്യാണ്. അവിടെ കിടന്ന് അത് വെള്ളം ഇവാപ്പറേറ്റ് ചെയ്ത് പോകുമ്പോൾ ഉപ്പ് ക്രിസ്റ്റലൈസ് ചെയ്യും. എന്നാൽ കടലിൽ നിന്ന് കിട്ടുന്ന ഈ മത്സ്യസമ്പത്ത് അതിതുപോലെ കിട്ടില്ല. അത് മനുഷ്യൻ്റെ പ്രയത്നം കൊണ്ട് മാത്രം കിട്ടുന്നതാണ്. അതിൻ്റെ വിളവെടുപ്പ് മാത്രമേ നമ്മൾ നടത്തേണ്ടതുള്ളൂ. ആ വിളവെടുപ്പ് നടത്തുന്ന വ്യക്തികളാണ് മുക്കുവന്മാർ. അവരാണ് ഈ കടലിൽ പോയി ഇത് കൊണ്ടുവരുന്നത്. പക്ഷെ മനുഷ്യൻ്റെ ഇടപെടൽ ഇവിടെയുണ്ട്. മത്സ്യസമ്പത്ത് വളരണമെങ്കിൽ അതിൻ്റെ പ്രജനനം പ്രോപ്പറായിട്ട് നടക്കണം. ആ പ്രജനനത്തിന് പലപ്പോഴും മനുഷ്യൻ തടയിടുകയാണ്, വിഘാതം വരുത്തുകയാണ്. അതുപോലെ അത് വളർന്നു വരുന്നതിന് നമ്മൾ സഹായം കൊടുക്കണം. ഇപ്പോൾ ഞാൻ പത്രത്തിലൊക്കെ വായിക്കുന്നുണ്ട്, ചെറിയ മത്സ്യക്കുഞ്ഞുങ്ങളെ പിടിക്കുന്നു. എന്തൊക്കെയോ പ്രത്യേകതകളുള്ളത്. ലാഭമാണ് മനുഷ്യൻ എപ്പോഴും നോക്കുന്നത്. അത് വളരാൻ നമ്മൾ അനുവദിക്കുന്നില്ല. അതിന് ട്രോളിംഗ് നിരോധനം ഗവൺമെൻറ് നിശ്ചയിക്കുമ്പോൾ അതിനെ ലംഘിക്കാനായിട്ട് നോക്കുന്നു. ഇങ്ങനെ പലതരത്തിൽ നമ്മൾ ഈ മത്സ്യസമ്പത്ത് വളരുന്നതിന് തടസ്സം നിൽക്കുന്നുണ്ട്. വിശുദ്ധ ബൈബിളിൽ ഒരു തിരുവചനമുണ്ട്. ദൈവമാണ് ശാശ്വതമായ അഭയശില. ഇത് വന്നത് മുക്കുവന്മാരിൽ നിന്നും അവരേർപ്പെട്ടിരുന്ന മീൻപിടുത്ത പ്രവൃത്തിയിൽ നിന്നുമാണെന്ന് എനിക്ക് തോന്നുകയാണ്. ഞാനത് വിശദീകരിക്കാം. മുക്കുവന്മാർ കടലിൽ മീൻ പിടിക്കാൻ പോകുന്നു. വലിയ തിരമാലകൾ വന്നടിച്ച് അവരുടെ വഞ്ചി തകരുകയാണ്. വഞ്ചി തകരുമ്പോൾ അവർ പോയിട്ട് നീന്തി ചെന്ന് കടൽ വെച്ചാൽ ഗലീലി കടൽ എന്നൊക്കെ പറയുന്നത് ശരിക്കുള്ള കടലല്ല, അതൊരു തടാകമാണ്. ഓളങ്ങളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, തിരമാലകളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ആ തിരമാലകൾ വന്നടിച്ച് വഞ്ചി തകർന്നു കഴിഞ്ഞാൽ അവർ നീന്തി ചെന്ന് ഈ കടലിൽ ഉയർന്നു നിൽക്കുന്ന ചില കല്ലുകൾ അവിടെ അഭയം പ്രാപിക്കും. ധാരാളം പാറക്കൂട്ടങ്ങളുണ്ടാവും. ചിലപ്പോൾ ഒരു പാറക്കൂട്ടമാകാം, അല്ലെങ്കിൽ ഉയർന്നു നിൽക്കുന്ന ഒരു വലിയ ശിലയാകാം. അവരതിൽ ചെന്ന് അഭയം പ്രാപിക്കും. അവർ വിചാരിക്കും രക്ഷപ്പെട്ടു എന്ന്. അങ്ങനെ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് ഇരിക്കുമ്പോഴാണ് ഒരു കൂറ്റൻ തിരമാല വന്ന് അവരെ ആ കല്ലിൽ നിന്ന് തട്ടിത്തെറിപ്പിക്കുന്നത്. അങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടായപ്പോൾ അവരൊരു പക്ഷേ ഇങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടാവാം, പറഞ്ഞിട്ടുണ്ടാവാം, ഇതൊന്നും ശാശ്വതമായ അഭയശിലയല്ല, ദൈവം മാത്രമേ ശാശ്വതമായ അഭയശിലയായിട്ടുള്ളൂ എന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവണം, പറഞ്ഞിട്ടുണ്ടാവണം. അതായിരിക്കും ഒരു പക്ഷേ ബൈബിളിൽ വന്ന ദൈവമാണ് ശാശ്വതമായ അഭയശില എന്നുള്ള ആ തിരുവചനം. ഇത് നമ്മൾ പലരും മനസ്സിലാക്കുന്നില്ല. നമ്മൾ വിചാരിക്കുന്നു നമുക്കൊരു വീട് താമസിക്കാൻ കിട്ടി,
നമ്മൾ വിചാരിക്കും, ഓ ഇത് നമ്മുടെ അഭയസ്ഥാനമാണ്, ഇനി എനിക്കൊന്നും പേടിക്കാനില്ല. ഒരുത്തൻ അതുവരെ കടത്തിണ്ണയിൽ ചെന്ന് കിടന്ന് ഉറങ്ങിയിരുന്ന ആളാണ്. അന്ന് അവനൊരു അരക്ഷിതാബോധം ഉണ്ടായിരുന്നു. ഒരു വീട് താമസിക്കാൻ കിട്ടിയപ്പോൾ അവനൊരു സുരക്ഷിതാബോധമായി. ഓ ഇനി എനിക്കൊന്നും പേടിക്കാനില്ല എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. ഈ പ്രളയകാലത്ത് അവൻ ആ ചിന്ത പോയി കാണും. ഞാൻ ഈ താമസിക്കുന്ന വീട് എനിക്ക് ശാശ്വതമായ അഭയസ്ഥാനമല്ല എന്നൊക്കെ അവൻ മനസ്സിലാക്കാൻ ഇടവന്നിട്ടുണ്ടാവും ഈ പ്രളയത്തിലൂടെ. ശാശ്വതമായ അഭയശില അത് ദൈവം മാത്രമാണ് എന്ന് തിരിച്ചറിയാൻ പലർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. മുക്കുവന്മാരെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ആശയവും കൂടി പറയണമെന്ന് എനിക്ക് തോന്നുകയാണ്. നിങ്ങൾ കേട്ട് മടുത്തോ എനിക്ക് അറിഞ്ഞുകൂടാ. അവർ ഏറെ ധൈര്യശാലികളാണ്, ഏറെ ധൈര്യശാലികൾ. ഈ നമ്മുടെ കേരളത്തിൽ 2 കൂട്ടരാണ് ഏറ്റവും ധൈര്യശാലികളായിട്ടുള്ളത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒന്ന്, ഈ കടൽ തീരത്ത് ജീവിക്കുന്നവർ. അവർ ഈ രൗദ്രമായ കടലിൻ്റെ ആ രൂക്ഷതയൊക്കെ മനസ്സിലാക്കി അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ്. അതിലാണ് അവർ ട്രെയിൻഡ് ആയിട്ടുള്ളത്. അങ്ങനെ ട്രെയിൻഡ് ആയിട്ടുള്ളത് കൊണ്ട് അവർക്ക് കടലിനെ മാത്രമല്ല വെള്ളത്തെ ഭയമില്ല. അപ്പം ധൈര്യശാലികളാണ്. അതുകൊണ്ടാണല്ലോ അവർ ആഴമുള്ള കടലിലേക്കൊക്കെ പോകുന്നത്. ആഴമുള്ള കടലിൽ പോകും. കഠിന അധ്വാനികളാണ്. 2 കൂട്ടരാണെന്ന് പറഞ്ഞാൽ ഒരു കൂട്ടർ ഈ മുക്കുവന്മാർ, കടൽ തീരത്ത് താമസിക്കുന്നവർ. രണ്ടാമത്തെ കൂട്ടർ ആരാണെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അത് നമ്മുടെ ആദിവാസികൾ, മലയിൽ ജീവിക്കുന്നവരാണ്. പ്രകൃതിയുടെ രൗദ്രഭാവം കാണുന്നവർ അവരാണ്. ഒന്ന് കടലിൻ്റെ അടുത്ത് ജീവിക്കുന്നവരും 2 മലയിൽ ജീവിക്കുന്നവരും. ഇവരൊക്കെ വലിയ ധൈര്യശാലികളാണ്. കേരളത്തിലെ ജനങ്ങളിൽ ഏറ്റവും ധൈര്യശാലികൾ അവരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുക്കുവന്മാരെക്കുറിച്ച് ഒരു കാര്യം കൂടി ബൈബിളിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, അവർ ദൃഢനിശ്ചയത്തോടുകൂടി ജോലി ചെയ്യുന്ന കഠിനാധ്വാനികളാണ്. സുവിശേഷത്തിലൊരു ഭാഗമുണ്ട്, ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളിൽ ഒരു ഭാഗം വിവരിക്കുന്നുണ്ട്. നേരം വെളുക്കുന്നത് വരെ മീൻ പിടിക്കാൻ ശ്രമിച്ചു. നേരം വെളുക്കുന്നത് വരെ. അതൊക്കെ നമുക്ക് പാഠമാണ്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പാഠമാണ്. നമ്മുടെ അധ്യാപകർക്കൊക്കെ പാഠമാണ്. നമ്മുടെ വിദ്യാർത്ഥികൾ പലരും ഒന്ന് പരിശ്രമിച്ച് നോക്കി, കിട്ടിയില്ല, അവസാനിപ്പിച്ചു. ഒരു പ്രോബ്ലം മാഷ് ചെയ്യാൻ കൊടുത്തു, അത് കുട്ടി ഒന്ന് നോക്കി, ചില നോക്കുക തന്നെയില്ല. ഇനി നോക്കുന്നവരാകട്ടെ ഒരു പ്രാവശ്യം ഒന്ന് നോക്കി കിട്ടണില്ല, ഉപേക്ഷിച്ചു. അതല്ല, അവർ വീണ്ടും അത് ശ്രമിക്കണം. ഏതുവരെ കിട്ടുന്നത് വരെ ശ്രമിക്കണം. പത്രോസ് തന്നെ അതാ ചെയ്തത്. നേരം വെളുക്കുന്നത് വരെ മീൻ പിടിക്കാനായിട്ട് ശ്രമിച്ചു. കിട്ടിയില്ല എന്ന് കണ്ടിട്ടും നേരം വെളുക്കുന്നത് വരെ. നേരം വെളുത്തു കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല എന്നറിയാം അവന്. അതുകൊണ്ട് അതുവരെ അവൻ പരിശ്രമിച്ചു. ഈ കഠിന അധ്വാനത്തിൻ്റെയും സ്ഥിര പരിശ്രമത്തിൻ്റെയും ഒക്കെ പാഠം അവരിൽ നിന്ന് പഠിക്കേണ്ടവരാണ് നമ്മൾ. അതുപോലെ ദൈവവിശ്വാസത്തിനെ കുറിച്ചുള്ള പാഠവും ഒക്കെ നമ്മൾ പഠിക്കേണ്ടവരാണ്. രണ്ടാമത്തെ സമ്പത്ത് അത് ആധ്യാത്മിക സമ്പത്താണ്. ആധ്യാത്മിക സമ്പത്ത് എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള അടുപ്പമാണ് ആധ്യാത്മിക സമ്പത്ത്. സർവ നന്മയുടെയും ഒക്കെ ഉറവിടമായ
ആ ദൈവവുമായിട്ടുള്ള സമ്പത്ത്, അടുപ്പം, അതാണ് ആധ്യാത്മിക സമ്പത്ത്. ദൈവഭക്തി ഒരു സമ്പത്താണ്. സഭയോടുള്ള അടുപ്പം ഒരു സമ്പത്താണ്. കൂദാശകൾ സ്വീകരണം ഒരു വലിയ സമ്പത്താണ്. അതുപോലെ തന്നെ നന്മ ചെയ്യാനുള്ളൊരു മനസ്സ്, അതൊരു സമ്പത്താണ്. നമ്മുടെ ബുദ്ധിശക്തി, അതൊരു നന്മ ചെയ്യാൻ ബുദ്ധിശക്തി ഉപയോഗിക്കുമ്പോൾ അതൊരു സമ്പത്താണ്. സ്നേഹം, അതൊരു ആധ്യാത്മിക സമ്പത്താണ്. നമ്മുടെ ധനം, അതൊരു നന്മ ചെയ്യാനായിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അത് ഒരു ആധ്യാത്മിക സമ്പത്തായി മാറുകയാണ്. നിങ്ങളുടെ ഭൂമി ഒരു നന്മ ചെയ്യാൻ നിങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അത് ആധ്യാത്മിക സമ്പത്താണ്. യേശു പറഞ്ഞു, സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ദുഷ്കരമാണ് എന്ന്. അപ്പോൾ സമ്പത്ത് എന്താ, പാപമാണോ? സമ്പത്ത് പാപമല്ല, പക്ഷെ അത് പാപത്തിന് ഉപയോഗിക്കാനുള്ള സാധ്യത വളരെയുണ്ട്. ആധ്യാത്മിക സമ്പത്തുള്ളവൻ ഭൗതിക സമ്പത്ത് ഒരിക്കലും പാപമാർഗത്തിൽ ഉപയോഗപ്പെടുത്തില്ല. അതാണ് ആധ്യാത്മിക സമ്പത്തിൻ്റെ പ്രാധാന്യം. ഇതിലേതാണ് വേണ്ടത്? ആധ്യാത്മിക സമ്പത്ത് മാത്രം മതിയോ, അതോ ഭൗതിക സമ്പത്ത് മാത്രം മതിയോ? ഇതൊക്കെ നമുക്ക് ചിന്ത വരാം. ഞാൻ പറയും, ഇത് രണ്ടിനെയും സമന്വയിപ്പിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ്. രണ്ടിനെയും സമന്വയിപ്പിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ആധ്യാത്മിക സമ്പത്ത് ഉപയോഗപ്പെടുത്തി ഭൗതിക സമ്പത്തിനെ നമുക്കും മറ്റുള്ളവർക്കും നന്മ ചെയ്യാൻ ഉപയോഗപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ ആധ്യാത്മിക സമ്പത്ത് വളരും, അതുപോലെ തന്നെ ഭൗതിക സമ്പത്തും വളരും. യേശു ഒരു ഉപമ പറയുന്നുണ്ട്. 3 പേർക്ക് 10 5 2 ധനാറ കൊടുത്തു. അത് ഭൗതിക സമ്പത്താണ്. തിരിച്ചു വന്ന് നോക്കി, ഒരുത്തൻ 10 കോടി സമ്പാദിച്ചു, വേറൊരുത്തൻ 5 കോടി സമ്പാദിച്ചു, വേറൊരുത്തൻ കുഴിച്ചിട്ടു. അപ്പോൾ ആ ഭൗതിക സമ്പത്ത് അവൻ വേണ്ടതുപോലെ ഉപയോഗിക്കാതെ പോയി. അത് അവന് ആധ്യാത്മിക സമ്പത്തില്ലാത്തത് കൊണ്ടാണ്. ഞാനിതിനിടയ്ക്ക് ഒരു സമ്പത്തിനെ കുറിച്ച് പറയാൻ വിട്ടുപോയി. അതാണ് ഹ്യൂമൻ റിസോഴ്സസ്. ഏറ്റവും വലിയ സമ്പത്തിൽ ഒന്നാണ് ഹ്യൂമൻ റിസോഴ്സസ്. അത് ഉപയോഗപ്പെടുത്തിയാണ് മനുഷ്യർ സമ്പാദ്യം നമ്മളിലേക്ക് കൊണ്ടുവരുന്നത്. ഈയിടെ ഞാൻ കേട്ടൊരു വാർത്ത ഇതാണ്. കാനഡയിൽ കുഞ്ഞുങ്ങൾ കൂടുതലുണ്ടായാൽ അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുന്നു അത്രേ. കുട്ടികളുടെ പഠിപ്പേറ്റെടുക്കുന്നു, അവർക്ക് ഒരു പോക്കറ്റ് മണി കൊടുക്കുന്നു. ഈയിടെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് കാനഡയിലുണ്ട്. അദ്ദേഹത്തിന് 6 മക്കളാണ്. 7ാമത്തെ കുഞ്ഞിനെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭം ധരിച്ചിരിക്കുകയാണ്. അവിടെ ഹ്യൂമൻ റിസോഴ്സസ് പ്രോത്സാഹിപ്പിക്കുന്നു. ഇതൊരു വലിയ സമ്പത്താണ് എന്ന് മനസ്സിലാക്കാൻ പലർക്കും കഴിയുന്നില്ല. ഹ്യൂമൻ റിസോഴ്സസ്. ഇനി ഹ്യൂമൻ റിസോഴ്സ് അതിൻ്റെ ഫലപ്രാപ്തിയിൽ എത്തണമെങ്കിൽ എന്ത് വേണം? അവരവരുടെ കഴിവുകൾ മുഴുവൻ വളർത്തിയെടുക്കണം. ദൈവം കൊടുത്ത ആ 10 ധനാറ, ആ ബുദ്ധിശക്തി, ആ ശാരീരിക ശക്തി, ഇതൊക്കെ വളർത്തിയെടുക്കണം. നന്മ ചെയ്യാനുള്ള കഴിവ്, ഇതെല്ലാം വളർത്തിയെടുക്കണം. അങ്ങനെ സമ്പത്തിൽ വളരാനായിട്ട് നമുക്ക് കഴിയണം. ഭൗതികമായ സമ്പത്തിലും അതേസമയം ആധ്യാത്മികമായ സമ്പത്തിലും ഒരുപോലെ വളരാൻ കഴിയുമ്പോൾ ഭൗതികമായ സമ്പത്ത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവുകയും ചെയ്യും. ദൈവം നമ്മളെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.